നിഷേധാർത്ഥകമാകുന്ന നെഗറ്റീവാകുന്ന ഒരു റിപ്പോർട്ട് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ആ റിപ്പോർട്ട് വിശ്വസിക്കാതെ വചനം പറയുന്നത് വിശ്വസിക്കുവാനും സങ്കല്പിക്കുവാനും തുടങ്ങണം. കല്ലറയെക്കുറിച്ച് സങ്കല്പിക്കാതെ, ഫ്യൂണറലിനെ കുറിച്ച് സങ്കല്പിക്കാതെ, ആയുസ്, ഗുണമേന്മയുള്ള ജീവിതം, ദീർഘായുസ്, ഭാവി പദ്ധതികൾ, സങ്കല്പങ്ങളെ രൂപാന്തരപ്പെടുത്തുക. സ്പിരിറ്റ് ഓഫ് ഡെത്തിനെ അതിജീവിക്കണമെങ്കിൽ ചില നിർദ്ദേശങ്ങൾ നൽകുവാൻ ആഗ്രഹിക്കുന്നു. പ്രഥമമായിട്ട്, അങ്ങനെയുള്ള എതിർപ്പുകൾ ഉണ്ടാകുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ മരണകരമാകുന്ന ഒരു രോഗം നിങ്ങളെ ഇപ്പോൾ ആക്രമിക്കുകയാണ്, മറ്റേതെങ്കിലും നിലയിലുള്ള ഒരു ഭയം നിങ്ങളെ ആക്രമിക്കുന്നു, നിങ്ങളുടെ ഹൃദയത്തിൽ മരിച്ചാൽ മതിയെന്നുള്ള ചിന്ത വരുന്നു, സൂയിസൈഡൽ തോട്ട്സ് ഉണ്ടാകുന്നത്, ഇതെല്ലാം സ്പിരിറ്റ് ഓഫ് ഡെത്ത് അതിൻ്റെ പിന്നിലുണ്ട്. അങ്ങനെയുള്ള ആക്രമണത്തിലൂടെ കടന്നു പോകുന്നവർ, അവർക്ക് പ്രഥമമായിട്ട് ഒരു വലിയ മാറ്റം ഉണ്ടാകണം. നിരാശയ്ക്ക് പകരമായിട്ട് പ്രത്യാശ ഉള്ളിൽ ഉടലെടുക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടണം. പ്രത്യാശ എന്ന് പറയുന്നത് നമുക്ക് മുന്നോട്ട് നോക്കി കാണുവാൻ വേണ്ടി ബലം നൽകിത്തരും, ജീവിക്കുവാൻ വേണ്ടിയുള്ള ആഗ്രഹം നൽകിത്തരും.